ഹായ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജിതിൻ രാജ്. നമ്മുടെ വേൾഡ് കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊരു ഡാൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുട്ടായി തെരുവിലേക്ക് വന്നതാണ്. ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ഇട്ടു, എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഈ ഡാൻസ് ഷൂട്ട് ചെയ്യുന്നത് വിത്ത് റിയാക്ഷൻസ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ പറ്റുന്നത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തൊരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറും അത് ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് സോങ്ങൊക്കെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ മിഠായി തെരുവിലുള്ള ഒരുപാട് പേര് എൻ്റെ ഡാൻസ് കണ്ടിട്ടുള്ളവരാണ്. അവരൊക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇതെങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഡാൻസ് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒട്ടും പ്രിപ്പയർ അല്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡാൻസൊക്കെ സ്പോട്ട് കൊറിയോഗ്രാഫിയാണ്. പിന്നെ ഫസ്റ്റത്തെ ഷോട്ട് നമ്മൾ നിർത്താതെ ഒരു 30 സെക്കൻഡ് അങ്ങോട്ട് ത്രൂ ഔട്ട് എടുത്തു. കാരണം അവിടെ അത്രയും ക്രൗഡായിരുന്നു, നമുക്ക് റീടേക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പിന്നെ അവിടെ അത്ര ക്രൗഡായിരുന്നു കേട്ടോ. പിന്നെ പോലീസൊക്കെ വന്നു, ഞങ്ങളോട് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് അടിച്ചോടിപ്പിച്ചു. അത്രയും ക്രൗഡാണ്, നിങ്ങളിവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പോയി. പിന്നെ എന്താ അവിടെ നമ്മുടെ ഒരു കുഞ്ഞ് ആരാധിക ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടാ ഞാനൊരു സെൽഫി എടുത്തോട്ടെ, ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു സെൽഫി എടുത്തു. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്തുള്ളൊരു പച്ചക്കറി മാർക്കറ്റാണ് പാളയം. അവിടെ പോയി. അവിടെയും കൊച്ചു മക്കളുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഡാൻസ് വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ അവിടെ വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്തു. അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. സാധാരണ നമ്മൾ ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, നമ്മൾ ത്രൂ ഔട്ട് അങ്ങോട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എത്തി. അങ്ങനെ ഞങ്ങൾ ആ എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി. അവിടെ ഒരു പ്ലേസ് കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഈ അടിക്കുന്ന ഫുട്ബോൾ ഉണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ക്യാമറയിൽ ചെന്ന് വീഴണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോട്ട് മിസ്സായി. പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത ഷോട്ടിൽ അത് അടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ഞാൻ അടിച്ചു. സെക്കൻഡ് ഷോട്ടിൽ കറക്റ്റായിട്ട് അത് ക്യാമറ തന്നെ പോയി കൊണ്ടുവിട്ടോ. അതെനിക്കൊരുപാട് സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് നമ്മളെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ മുകളിലേക്ക് കയറി വന്നത് കണ്ടപ്പം അവരെന്നെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി സ്റ്റേഡിയം ബസ് സ്റ്റോപ്പിലേക്ക് പോയി. പിന്നെ ഞങ്ങളവിടെ ബസ് സ്റ്റാൻഡിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഭായിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. അങ്ങനെ എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു, ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞു. പിന്നെ അവിടെയുള്ള കുറച്ച് ചേച്ചിമാരും പിന്നെ ബസ്സിലെ കുറച്ച് കുട്ടികളൊക്കെ നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് റിയാക്ഷൻസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് ഓട്ടവും ചാട്ടമൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഷൂട്ട് ചെയ്തു. ചെറിയൊരു ഡാൻസ് കളിച്ചു. അതിനുശേഷം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം വീണ്ടും കാണാം. ബൈ.